സുപ്രഭാതം. കഴിഞ്ഞ TBTയിൽ ടൂൾ ബോക്സ് ടോക്കിൽ TBTയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നും സുരക്ഷയ്ക്കായി സർപ്പം വിവേകിയായിരിക്കുന്നത് പോലെ വിവേകിയായിരിക്കുക എന്നുള്ളതും ബൈബിൾ വചനങ്ങളെ ഉദ്ധരിച്ച് പറഞ്ഞു. അതോടൊപ്പം ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു കല ആണെന്ന് കൂടി പറഞ്ഞു. ഫാബ്രിക്കേഷൻ ജോലി ചെയ്യുന്നത് ഒരു കലയാണ്. അത് ആസ്വദിക്കണം. ആസ്വദിച്ച് സമയം ദുർവിനിയോഗം ചെയ്യാനല്ല പറഞ്ഞത്. ഓരോ ദിവസം വരുംതോറും ഞാൻ ഇരുമ്പിനാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടത്തിലേക്കാണ് വരുന്നത് എന്ന ചിന്തയോടെ വരണം. ഇരുമ്പിനെ സ്നേഹിക്കണം. അത് നാം തൊട്ടാൽ മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ അത് തുരുമ്പായല്ല മാറേണ്ടത്, സ്വർണമായാണ് മാറേണ്ടത്. ആ സ്വർണം എന്നുള്ള വാക്ക് ഞാനിവിടെ വിവരിക്കുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു. അതിന്റെ അർത്ഥം മൂല്യമുള്ളതാവണം. നശിച്ചു പോകുന്നതാണ് നാം തൊടുന്നത് മൂലം ഉണ്ടാകുന്ന ഫാബ്രിക്കേഷൻ എങ്കിൽ നാം ഒരു ഫാബ്രിക്കേറ്റർ എന്ന പദവിക്ക് അർഹനല്ല. ഫാബ്രിക്കേറ്റർ എന്നുള്ള പദവി എത്ര വലിപ്പം കൂടിയതാണെന്ന് അതിന്റെ സർഗാത്മകതയെ ചൂണ്ടിക്കാണിക്കാൻ ഒരു IAS ജോലിയും ക്ലറിക്കൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരുടെ ജോലിയും തമ്മിൽ ബന്ധപ്പെടുത്തി ഞാൻ മുൻ എപ്പിസോഡിൽ വിവരിച്ചിട്ടുണ്ട്. ഇന്നത് വിവരിക്കുന്നില്ല. അതൊക്കെ സർഗാത്മകതയെക്കാളുപരി ഒരു ആധാരമെഴുത്തുപണി, അല്ലെങ്കിൽ നോക്കി എഴുത്തുപണി, അല്ലെങ്കിൽ പണ്ടുകാലത്തെ സ്റ്റെനോഗ്രാഫറുടെ പണി, കേട്ടെഴുത്ത് പണി. മുമ്പ് കേട്ടെഴുത്തായിരുന്നെങ്കിൽ ഇന്നതെല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. സർഗാത്മകത അവിടെ ഇല്ല. വലിയ തല, വലിയ ബുദ്ധി, വലിയ ഹൃദയം, വലിയ മനസ്സ്, വലിയ തലച്ചോറൊന്നും ഇല്ലെങ്കിലും ഒരു ക്ലറിക്കൽ വർക്ക് മുന്നോട്ട് പോകും. പക്ഷെ ഫാബ്രിക്കേഷൻ വർക്ക് അതിന്റെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ നല്ലൊരു തല വേണം, നല്ലൊരു തലച്ചോറ് വേണം, നല്ലൊരു ഹൃദയം വേണം, നല്ലൊരു മനസ്സ് വേണം, നല്ലൊരു ബുദ്ധി വേണം. മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് മാത്രമല്ല, ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രില്ലിങ് മാത്രമല്ല, ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിങ് മാത്രമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു ക്രിയ, ലെവലിംഗ്, മാർക്കിംഗ്, കട്ടിംഗ്, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്രിയ മാത്രമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് സർഗാത്മകതയല്ല. ക്ലറിക്കൽ വർക്ക് പോലെ സർഗാത്മകതയല്ലാത്ത ഒരു കേട്ടെഴുത്ത് പോലുള്ള ജോലി. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ലോഹങ്ങൾക്കിടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിലെ ജീവിതമല്ല. പൂന്തോട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ള ചിന്തയോടെ രാവിലെ വരണമെങ്കിൽ ഇരുമ്പിനെ സ്നേഹിക്കണം. സർവോപരി ഫാബ്രിക്കേഷനെ സ്നേഹിക്കണം. ഫാബ്രിക്കേഷനുമായി എത്ര വിഷയങ്ങൾക്ക് ബന്ധമുണ്ടോ ആ വിഷയങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷായുസ് കൊണ്ട് പഠിച്ചു തീരാവുന്ന കാര്യങ്ങളല്ല ഫാബ്രിക്കേഷനിലുള്ളത്. അത് സൂചിപ്പിക്കാൻ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമുള്ള വ്യക്തിയായി എനിക്ക് തോന്നുന്നത് ചൈനയിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ്. 126 127 വയസ്സുണ്ട്. അത്രയും കാലം ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. നമ്മിൽ പലരും ജീവിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഞാനൊരു രോഗി കൂടിയാണ്. അതുകൊണ്ട് വർഷങ്ങൾ ഉണ്ടാവുമെന്നോ, മാസങ്ങൾ ഉണ്ടാവുമെന്നോ, ആഴ്ചകൾ ഉണ്ടാകുമെന്നോ, ദിനങ്ങൾ ഉണ്ടാവുമെന്നോ കരുതിയല്ല, മണിക്കൂറുകൾ ഉണ്ടാകുമെന്നോ, മിനിറ്റുകൾ ഉണ്ടാകുമെന്നോ, ഈ എപ്പിസോഡ് പൂർണ്ണമാക്കാൻ തന്നെ സാധിക്കുമോ എന്ന് അറിവില്ലാതെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ 127 വർഷത്തിന്റെ കണക്ക് പറഞ്ഞപ്പോൾ അറിയാതെ ലജ്ജിച്ചു പറഞ്ഞതാണത്.
ഏതായാലും ബഹുഭൂരിപക്ഷം പേരുന്ന എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ പലരും 127 വർഷം വരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. ആ 127 വർഷവും ജീവിച്ചിരുന്നാൽ പോലും, ആ 127 വർഷവും പഠിച്ചാൽ പോലും ഫാബ്രിക്കേഷന്റെ വ്യത്യസ്തമായ ശാഖകളിലേക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ഫാബ്രിക്കേഷൻ പഠിക്കുമ്പോ അതിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഞാൻ ലോഹത്തിന്റെ പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നതെന്ന് ചിന്ത വരണമെങ്കിൽ അറിവ് വേണം. എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒരു കമ്പനിയെ ഞാൻ ഓർക്കുന്നു. ഞാൻ ജോലി ചെയ്ത സൗദി അറേബ്യയിലെ കമ്പനിയിലാണ് അപ്രകാരം എഴുതി വച്ചിരിക്കുന്നത്. എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. എഫിഷ്യൻസിയാണ്, പ്രാവീണ്യമാണ്. എഫിഷ്യൻസി മേക്സ് ലൈഫ് ഈസിയർ. ലൈഫിനെ, ജീവിതത്തെ ഈസിയറാക്കുന്നത്, അനായാസമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പ്രാവീണ്യമാണ്. ഏത് മേഖലയിലാണോ ആ മേഖലയിൽ പ്രാവീണ്യമുള്ളതാവുക. ആ മേഖലയിൽ പ്രാവീണ്യമുള്ളതാകുക എന്ന് സൂചിപ്പിക്കാൻ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ TBT ഞാൻ നിർത്തുകയാണ്. ഒരു അമേരിക്കൻ കഥയല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ, മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവം അദ്ദേഹം തന്നെ വിവരിച്ച് പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്കാലത്ത് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളതും, നമ്മൾ മുതിർന്നതിന് ശേഷം, നമ്മൾ മാതാപിതാക്കളായതിനു ശേഷം നമ്മൾ നമ്മളുടെ കുട്ടികളോട് ചോദിച്ചിട്ടുള്ളതുമായ ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? മോനെ, മോളെ. മോള് വലുതായി കഴിയുമ്പോ മോന് ആരാവണം, മോക്ക് ആരാവണം? നമ്മളത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മളോടുമായി ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമിക്കവരും പറയാൻ സാധ്യതയുള്ള ഉത്തരം എനിക്ക് എഞ്ചിനീയർ ആവണം, എനിക്ക് ഡോക്ടർ ആവണം എന്നായിരിക്കും. ഈ ചോദ്യം ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭവനത്തിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പിതാവ് അവരുടെ രാത്രി ഭക്ഷണത്തിന്റെ സമയത്ത് എല്ലാവരും മേശയുടെ ചുറ്റുമായിരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും മക്കളും ചുറ്റുമായിരിക്കുമ്പോൾ ചോദിച്ചു. അപ്പോൾ ഓരോ മക്കളും ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു. സാധ്യതയുള്ള ഉത്തരം, അന്ന് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഉത്തരവും എഞ്ചിനീയർ, ഡോക്ടർ മുതലായവയായിരിക്കാം. എല്ലാവരും ഉത്തരം കേട്ടതിന് ശേഷം അപ്പൻ പറഞ്ഞു, മോനെ, മോളെ, നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല. നീ ഒരു മണ്ണുവെട്ടുകാരനായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ, ഇനിയുള്ള സെന്റൻസാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. പക്ഷേ നീ ഒരു മണ്ണുവെട്ടുകാരനാണ് ആവാൻ പോകുന്നതെങ്കിൽ നീ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണുവെട്ടുകാരനായിരിക്കണം. ഒരു നിമിഷം എന്നെ ശ്രവിക്കുന്നവർ ഈ വീഡിയോ പോസ്റ്റിലിട്ടിട്ട് ഒന്ന് ചിന്തിക്കുക. ഒരു അടിക്കുറിപ്പ് എനിക്ക് തിരിച്ചു പറയുക. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണുവെട്ടുകാരൻ. നമ്മൾ ഇന്ന് പല പേരുകൾ പറയുന്നു. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ബിർള എന്ന പേര് പറയുന്നു, ടാറ്റ എന്ന പേര് പറയുന്നു, അംബാനി എന്ന പേര് പറയുന്നു. അങ്ങനെ കുറച്ച് പേരുകൾ. എന്താണ് ഈ പേരുകളൊക്കെ? വ്യവസായ പ്രമുഖരാണ്. ബിസിനസ് ചെയ്ത് അതിന്റെ ഔന്നത്യത്തിലെത്തിയിരിക്കുന്നവരാണ്. ധനപരമായി ഉയർന്നു. ഒരു സാമൂഹ്യ സേവനം എന്ന നിലയിൽ നിരവധി പേർക്ക് ജോലിയും കൊടുക്കുന്നു. ധനാഢ്യതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാം നിരയിൽപ്പെട്ടവരാണ്. ലോകത്തിലെ തന്നെ ധനാഢ്യരുടെ പട്ടിക എടുക്കുമ്പോൾ ആദ്യത്തെ 100 പേരിൽ വരുന്നവരാണ് ഈ പറയുന്നവരിൽ പലരും. യഥാർത്ഥത്തിൽ നോക്കുക, ഞാൻ പറഞ്ഞ ഈ ചില പേരുകൾ, ടാറ്റ എന്നോ ബിർള എന്നോ അംബാനി എന്നോ അങ്ങനെയുള്ള ഏത് പേരും എടുത്തു നോക്കുക. യഥാർത്ഥത്തിൽ അവരാരാണ്? നമ്മൾ പറയും ധനാഢ്യൻ, അല്ലെങ്കിൽ വ്യവസായ പ്രമുഖൻ, അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ MD, അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ പ്രസിഡന്റ്, ചെയർമാൻ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ
അവരാരാണ്? മണ്ണുവെട്ടുകാരൻ എന്ന് പറഞ്ഞാൽ തെറ്റില്ല, അപമാനിക്കാൻ പറയുകയല്ല. പണ്ടോ അല്ലെങ്കിൽ ഇന്നോ അവർ ചെയ്യുന്ന പല ജോലികളിലെ ഒരു ജോലി ഇതാണ്. ഇപ്പൊ ഖനി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണ് കുഴിച്ച് അതിൽ നിന്ന് വിലപ്പെട്ട വസ്തുക്കൾ എടുക്കുന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ